ചങ്ങായിമാരെ ഇന്ന് സംഖ്യകളുടെ കുരുപൊട്ടൽ ദിവസമായിരുന്നു മോനെ. മോനെ ഏത് കുരുപൊട്ടലിനും ഇന്ന് സംഖ്യകളെ. ഇന്ന് നമ്മളെ വേടനെ കാണാൻ വേണ്ടി ഒരു അൽ ജിഹാദി വന്നെന്നും മറ്റു സംഖ്യകൾ ഒരേ കുരുപൊട്ടലാണ്. ഈ സംഖ്യകളെ അത് അൽ ജിഹാദി അല്ല, അത് നിങ്ങൾക്കറിയില്ല. കാരണം നിങ്ങളെ കൂട്ടത്തിലില്ലാത്തൊരു ടീമാണ്. മനുഷ്യൻ, നന്മയുള്ള മനുഷ്യൻ, അത് ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസ്ലിമിലും ഉണ്ട്, പക്ഷെ സംഖ്യകളിലില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അൽ ജിഹാദി ആയിട്ട് തോന്നും, അൽ ഹറാമി ആയിട്ട് തോന്നും, അൽ ഇലാമി ആയിട്ട് തോന്നും, എല്ലാ അൽക്കുൽത്ത് സംഖ്യകളെ നിങ്ങൾക്ക് അങ്ങനെ പലതും ആയിട്ട് തോന്നും. എന്നാൽ നമുക്ക് ഇന്ന് മെഹ്റൂജ എന്ന് പറഞ്ഞ ആ സ്ത്രീ, ആ മനുഷ്യ സ്ത്രീ പറഞ്ഞ വാക്കുകളിലേക്ക് കേൾക്കാം. ആ വാക്കുകളുടെ അടിയിലെല്ലാം സംഖ്യകൾ വന്നിട്ട് തൂറി മെഴുകലാണ്. എന്നാലും കുഴപ്പമില്ല. അൽ ഹറാമി സംഖ്യകളെ നിങ്ങൾ കേട്ടുനോക്ക്. ആ മെഹ്റൂജ എന്ന് പറഞ്ഞ ഒരു നന്മയുള്ള മുസ്ലിം സ്ത്രീ പറഞ്ഞ വാക്കുകൾ. വേടന്റെ അമ്മയുടെ ഫോട്ടോ ആണല്ലോ നൽകിയത്. അമ്മയുടെ ഫോട്ടോ എങ്ങനെ കിട്ടി? അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും. അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ്. അമ്മയെ കാണുമ്പോൾ വേടന്റെ അമ്മയാണ് അങ്ങനൊന്നും അറിയില്ലായിരുന്നു? ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചെന്ന്. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് എത്തിയിട്ട് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മ മരിച്ചുപോയി. ഞാൻ അമ്മനെ കുറേ വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ കിട്ടാതെപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിയുന്നത്. വലിയ സന്തോഷമായില്ല? ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ. അമ്മയുടെ പ്രാർത്ഥന അമ്മ വിചാരിച്ച പോലെ തന്നെ വേടൻ വലിയ നിലയിലെത്തിയിരിക്കണം. അതെ, ഉഷാറാവട്ടെ. അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത്. അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയായിരുന്നു. പക്ഷെ അവർ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവൻ്റെ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ. പക്ഷേ അവൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ. ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി, ഒന്ന് ഡൗൺ ആയിപ്പോയി. അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം എന്നോട് പറഞ്ഞു വിളിക്കുക, സംസാരിക്കുക, വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്, വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. നമ്പർ ആദ്യം ഉണ്ട്. വേടന്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഹരിതൻ്റെതും ഒക്കെ ഉണ്ട്, പെങ്ങളതൊക്കെ ഉണ്ട്. അവരിന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു. വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം, അവന് സന്തോഷമാവുന്നത്. സംഘികളെ, അൽ അഹാമി, അൽ അൽക്കുത്ത് സംഘികളെ, ഇതാണ് കേരളം, ഇതാണ് മനുഷ്യർ, ഇങ്ങനെയാണ് മനുഷ്യർ. നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങളെ തീട്ട കണ്ണുകൊണ്ട് എല്ലാം കണ്ടിട്ട് നിങ്ങളെ ശരീരവും നിങ്ങൾ മൊത്തം തീട്ടം പോലെ നാറിയിരിക്കുന്നു. ചാണകം പോലെയല്ല, മനുഷ്യ തീട്ടം പോലെ നാറിയിട്ടുള്ള ചാണക തീട്ടങ്ങളെ. ഇതാണ് മനുഷ്യർ. നിങ്ങളിങ്ങനെ ജിഹാദികളിൽ നോക്കി കണ്ണുമിഴിച്ച് കാത്തിരുന്നു. ആ വേടന്റെ പരിപാടിക്ക് പോകുന്നത് മനുഷ്യരാണ്. മനുഷ്യർ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ട മനുഷ്യർ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ സവർണ ജാതിയിലുള്ളവരെ ആ പരിപാടിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ വേടനെതിരെയുള്ള ആരോപണം കുറച്ചത്. എന്നാലും നിങ്ങൾ നടന്നുണ്ട്, നിങ്ങളെ കുരു പൊട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേടനെ കാണുമ്പോൾ കുരു പൊട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേടനെതിരെയാണോ നിങ്ങളുടെ ആക്രമണം എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അതിലൊരു ജിഹാദിനെ കണ്ടെത്തണം. നിങ്ങൾക്ക് മുസ്ലിമിനെ ആക്രമിക്കണം, നിങ്ങൾക്ക് ദളിതനെ ആക്രമിക്കണം, നിങ്ങൾക്ക് വേടനെ ആക്രമിക്കണം, നിങ്ങൾക്ക് എല്ലാവരെയും ആക്രമിക്കണം. നിങ്ങൾക്ക് ആരെയാണ് ആക്രമിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. നിങ്ങളെ കുരു ഇങ്ങനെ പൊട്ടാൻ വേണ്ടി വേടന്റെ ഒരുപാട് പരിപാടികൾ വന്നുകൊണ്ടിരിക്കും. എന്നാലും കേരളത്തിലെ അൽക്കുൽത്ത് സംഖ്യയുടെ അവസ്ഥ എങ്ങനെ മലയാളി വരെ വളരാൻ വിടില്ല അല്ലെ. ഇതാണിടവും മനുഷ്യത്വം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ആണ്ടാ നിങ്ങൾക്ക് മനസ്സിലാത്ത സാധനമായിട്ട്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. മനുഷ്യർ ഇങ്ങനെ ഉണ്ടാവുക. അവർക്ക് ജാതിയും മതവും ഒന്നും വിഷയമല്ല. അവർ ഒരുമിച്ചാണ്, അവർ സ്നേഹമാണ്. അവരാ സ്നേഹം പകരും. അപ്പൊ നിങ്ങൾ സംഖ്യകൾക്ക് കുരു പൊട്ടി നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ സ്വയം നാറിയാൽ നിങ്ങൾക്ക് തിരിയില്ല. നിങ്ങളെ കൂട്ടത്തിലുള്ളവരെ നാറിയാൽ നിങ്ങൾ പറയും ഹായ് എന്താ സുഗന്ധം, പച്ച തീട്ടെന്നറിയാലും പറയും ഹായ് എന്താ മുന്നേ എന്റെ സംഖ്യക്ക് സുഗന്ധം എന്ന് പറയും. അമ്മാരി നാറിയ സംഖ്യകളെ നിങ്ങളെ കുരുവട്ടാൻ വേണ്ടി അതിന്റെ തന്നെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞ വേടനോടല്ല നമുക്ക് ബഹുമാനം തോന്നുന്നത് എന്താ അറിയാം. വീടന്റെ പാട്ടൊക്കെ വരികളൊക്കെ, പക്ഷെ അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന കണ്ടിട്ടുണ്ടാവും. എന്താ ബഹുമാനം, ആ റെസ്പെക്ട്, അതൊക്കെ കണ്ടു പഠിക്കണം സംഖ്യകളെ. ഈ വീഡിയോ തന്നെ ഈ മെഹ്റൂജ എന്ന് പറഞ്ഞ ഈ സ്ത്രീനെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാട്ടെ. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാട്ടെ. ഒരാൾ വളരുന്നുണ്ടല്ലോ, റെസ്പെക്ട് കൊടുക്കും കൂടിയാട്ടാ. എന്ത് റെസ്പെക്റ്റാ കൊടുത്തത്? ആ കണ്ട കൈ ഇവിടെ വെച്ചിട്ടാ സംസാരിക്കുന്നത്, ഹൃദയത്തിൽ തൊട്ടിട്ടാ സംസാരിക്കുന്നത്. ആ സംഖ്യക്ക് മനസ്സിലാവില്ല. ഈ വേടന്റെ എല്ലാ പരിപാടിയിലും നോക്കിക്കോ. നിങ്ങൾ വേടനെ കാണാൻ ആരൊക്കെ വീഴുന്നുണ്ടോ ആ കൊടുക്കുന്ന റെസ്പെക്ട്
പാട്ടിനും വരികൾക്കും മീതെയാണ് അവന്റെ റെസ്പെക്ട് കൊടുക്കല്. അതാണ് ഇത്രയും വളരുന്നത്. ആ റെസ്പെക്ട് സംഖ്യകളെ നിങ്ങൾ ചത്താലും നിങ്ങൾ ഇനി എത്ര ജന്മം ജനിച്ചാലും നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഓരോ കമന്റും കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ എത്രമാത്രം, ഞാൻ റെസ്പെക്റ്റിന്റെ അടുത്ത് നിങ്ങളെ പറയുന്നത് പച്ച തിട്ടങ്ങൾ, നാർന്ന തിട്ടങ്ങളെ നിങ്ങൾക്ക് ഈ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അറിയില്ല. വേടം പാട്ടിലൂടെ മാത്രമല്ല, വേടം മനുഷ്യരുടെ മനസ്സിലിങ്ങനെ ഇടന്നിടുന്നത് ആ റെസ്പെക്ട് കൊടുക്കുന്നതിലും കൂടിയാണ്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അതാണ് മനുഷ്യർ കേട്ടോ. നിങ്ങൾക്ക് സംഖ്യകൾ, നിങ്ങൾ ജിഹാദികളെ നോക്കി നിങ്ങൾ ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ തീട്ടം നാറും പോലെ നാറിയുന്നു. എന്നാൽ നിങ്ങൾ വന്നുകൊണ്ട് കേട്ടോ, നിങ്ങൾ ഈ തീട്ട നാറ്റും കൊണ്ട് വന്നുകൊണ്ട് നമുക്ക് നിങ്ങളെ ഈ മലയാളികളെ മുന്നിൽ ഇങ്ങനെ നാറ്റിച്ചുകൊണ്ടിരിക്കണം. എന്നാ പിന്നെ ശരി, സുലാൻ.